പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് മേരി. എന്നെ ഗ്രൂപ്പിലേക്ക് ഡിൻസിയാണ് ക്ഷണിച്ചത്. ആ സമയം ഞാൻ ശാരീരികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. കാരണം എനിക്ക് നല്ല പനിയും നല്ല ചുമയും ഉണ്ടായിരുന്നു. സാധാരണ ഒരു ചുമയായിരുന്നില്ല, നല്ല ഡ്രൈ കഫായിരുന്നു. അപ്പം എനിക്ക് രാത്രികാലങ്ങളിൽ ഈ ചുമ വന്ന് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ പ്രാർത്ഥനയിൽ എനിക്ക് ചെറിയതായിട്ടൊരു മന്ദതയൊക്കെ അനുഭവപ്പെട്ടായിരുന്നു. അങ്ങനെ വായിക്കാനൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വന്നത്. നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നതെന്ന്. എന്തായാലും ഞാൻ വായിക്കാനായിട്ട് തീരുമാനിച്ചു. ദൈവവചനം വായിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇതെങ്ങനെ വായിക്കുമെന്ന് എനിക്കെങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഇടയിൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുമോ എന്നുള്ള ഒരു വലിയ പേടി എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ ഡിൻസിയെ വിളിച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി മോള് പ്രാർത്ഥിക്കണമെന്ന്. കുഴപ്പമില്ല ചേച്ചി, ഞാൻ പ്രാർത്ഥിച്ചോളാം, ചേച്ചി വായിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ വലിയ അത്ഭുത ശക്തിയാൽ എനിക്ക് നന്നായിട്ട് വായിക്കാനായിട്ട് ദൈവം ഇടയാക്കി. ആ സമയത്ത് എനിക്ക് അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടി. പിന്നീട് എനിക്ക് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതൽ ലഭിച്ചു. അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായ മന്ദതയൊക്കെ മാറിക്കിട്ടി. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഈ ഗ്രൂപ്പിലെ സിസ്റ്റർ റോസിനെ കുടുംബത്തെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കാരണം എത്ര അത്ഭുതകരമായിട്ടാണ് ഈ 4 ദിവസം എല്ലാവരെയും യോജിപ്പിച്ച് ഒരു ഇടവേള പോലും ഉണ്ടാകാതെ ഈ ദൈവവചനം വായന മുന്നോട്ട് കൊണ്ടുപോകാനും അത് കംപ്ലീറ്റ് ആക്കാനും ഒക്കെ ദൈവം അത്ഭുതകരമായിട്ടുള്ള വലിയ കൃപ കൊടുത്തു. അതിനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് ഈ ടോട്ടൽ 47 കുടുംബങ്ങളെയും ഞാൻ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് അറിയാൻ വയ്യാത്ത വ്യക്തികളായിരുന്നു എല്ലാവരും, എങ്കിലും അവരെ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഓർക്കുവാനും നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവവചനം വായിക്കാനും ഒക്കെ എനിക്ക് കൃപ തന്നു. ഇതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കുടുംബത്തെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.